ഇത് ജെനുവിൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ കഴിഞ്ഞത് ജെനുവിൻ ഒന്നും അല്ല. ഇത് ആരോ പടച്ചു വിട്ടൊരു സാധനമാണ്. നമ്മുടെ ഇന്ത്യൻ ന്യൂസൊക്കെ നമ്മൾ കൂടുതൽ അറിയുന്നത് മാർക്കുലവോ വഴിയാണ്. ആള് പോലും ഇത് ബ്ലാസ്റ്റേഴ്സ് സെയിൽ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ പോകുന്നു എന്നൊരു സാധനം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പുള്ളി പോലും പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഇത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഒരു ഐഡിയ ഇല്ല. അപ്പോ ഇതൊരു ഫേക്ക് ന്യൂസ് ആവാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ്. അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോ രണ്ട് രീതിയിലുള്ള ആളുകളുണ്ടായിരുന്നു. ഒന്ന് ആരാധകർ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ശരിക്കും സന്തോഷിച്ചു എന്നുള്ളതാണ്. എനിക്കും ഭയങ്കര സന്തോഷമായി ആദ്യം ന്യൂസ് കേട്ടപ്പോൾ. വാവ്, കാര്യമായി. നമ്മളൊക്കെ ആഗ്രഹിച്ച ഒരു സാധനമാണ് ബ്ലാസ്റ്റേഴ്സ് വിൽക്കുക എന്നുള്ളത്. കാരണം പുതിയൊരു മാനേജ്മെന്റ് വരുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നും ആഗ്രഹിക്കുന്ന സാധനമാണ്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവര് ഇങ്ങനെ കൊണ്ടുപോവുകയാണല്ലോ ടീമിനെ. അപ്പൊ ഇവര് കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. അവര് ഇല്ല ഒന്നും പറയുന്നില്ല, കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവര് ട്രൈ ചെയ്തതെല്ലാം പാളുകയാണ് ചെയ്തത്. ഇവരാകെ ഒരു ബെസ്റ്റ് സംഭവം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവാൻ വിക്കമനോവിച്ച് എന്നൊരു മാനേജറിനെ അവർ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോ ആള് വന്നതിന് ശേഷം ഒരു 3 വർഷം, ആളുണ്ടായിരുന്ന 3 വർഷം ശരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഭയങ്കര എന്താ പറയാ, സന്തോഷം നൽകിയ 3 വർഷമായിരുന്നു അത്. ആദ്യ സീസണിൽ തന്നെ നമ്മൾ ഫൈനൽ കളിക്കുന്നു, നിർഭാഗ്യവശാൽ നമ്മൾ റണ്ണറപ്പ് ആവുന്നു, ഓക്കെ ഫൈൻ. പക്ഷെ ആ ഒരു സീസൺ എന്നൊക്കെ പറഞ്ഞാല് തീയായിരുന്നു. ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ച് അവൻ തല ഉയർത്തിപ്പിടിച്ച് നാട്ടിലൂടെ നടന്ന ഒരു സീസൺ ആയിരുന്നു അത്. പിന്നീടുണ്ടായ 2 സീസൺ നമുക്കറിയാം. അതിലൊരു സീസൺ ഒരു ട്രാജഡി ആയിരുന്നു. BFCയുമായിട്ട് നമ്മളൊരു ട്രാജഡിയൊക്കെ നമ്മൾ വോക്കൗട്ട് ചെയ്ത ഒരു സീസൺ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായ സീസൺ ആയാലും നമ്മൾ പ്ലേ ഓഫിൽ എത്തിയിരുന്നു. അതായത് ഇവാൻ വിക്കമനോവിച്ചിന്റെ ബ്ലാസ്റ്റേഴ്സ് 3 സീസണിലും പ്ലേ ഓഫിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പോൾ അന്ന് ചില വലിയ വലിയ മാനേജർമാർ വരെ, അതായത് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച മാനേജറാണ് മാനുവലോ മാർക്കസ്, ആള് പോലും ഇവാന്റെ ബ്ലാസ്റ്റേഴ്സിനെ ഭയക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇവാനെ നിലനിർത്തുന്ന കേസും ഒക്കെ വെച്ചിട്ട് മൊത്തത്തിൽ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയണം. അപ്പോൾ ഇവാന് പകരം നല്ലൊരു മാനേജറെ പിന്നെ കൊണ്ടുവരാൻ, ഒരു റീപ്ലേസ്മെന്റ് നടത്താൻ ഇതുവരെ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ സഹലിനെ പോലെയുള്ള പ്ലേയേഴ്സിനെ സെല്ല് ചെയ്തു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ പറയുന്ന മാനേജ്മെന്റിനെതിരെ നമ്മൾ ഫാൻസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫാൻസ് മാനേജ്മെന്റിനെതിരെ ചെയ്ത പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഫാൻസ് എന്തായാലും ഈ ഒരു മാനേജ്മെന്റ് ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി എത്രത്തോളം ഹെയ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ.